Welcome back to Learning Job Updates. Cochin Shipyard Limited 90 project assistant ഒഴിവുകളുണ്ട്. സോ 3 വർഷം കരാർ നിയമനമാണ്. ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സെപ്റ്റംബർ 21 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്, അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇതിന്റെ എക്സാം ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഏതൊക്കെ ഡിസിപ്ലിനിലുണ്ട്, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ആണ്. അതിൽ നമുക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്ട്, MS ഓഫീസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കമ്പനി, ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് കമ്പനി എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കലും ഇതേപോലെ തന്നെ 3 ഇയർ ഡിപ്ലോമ തന്നെയാണ് വിത്ത് 60% മാർക്ക്. ഡിസൈറബിൾ ക്വാളിറ്റി സെയിം ആസ് മെക്കാനിക്കൽ തന്നെയാണ്. മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ഇലക്ട്രോണിക്സ് ആണ്. അതിലും 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്കാണ്. പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് SAP, MS പ്രോജക്ട്, MS ഓഫീസ് ആണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഷിപ്പ്യാർഡിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് കമ്പനി. ഫോർത്ത് വൺ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്. സെയിം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇലക്ട്രോണിക്സിനെ പോലെ തന്നെ മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ഇതിലും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സിവിൽ ആണ്. സിവിലിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക്. മറ്റുള്ള ഡിസിപ്ലിനിലെ പോലെ തന്നെ മിനിമം 2 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻഫർമേഷൻ ടെക്നോളജി, 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് മിനിമം 60% ഓഫ് മാർക്ക് ഫ്രം എ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഡിസൈറബിൾ ആയിട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ എനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ടു IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇതിലും മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ, ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് കമ്പനി. എക്സ്പീരിയൻസ് ഷോൾ ബി ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് എന്തിലൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് പിന്നെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടും ഉണ്ട്. ഓഫീസ് റിലേറ്റഡ് ആയിട്ട് പാസ് ഇൻ 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഫിനാൻസ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതിൽ മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 3-നും എൻഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 21-നുമാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത്? ഇപ്പൊ ടോട്ടൽ നമ്മൾ 90 വേക്കൻസീസ് ആണ് പറഞ്ഞത്. അതിന്റെ സ്പ്ലിറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എങ്ങനെയാണ് ഓരോ റിസർവേഷൻ വൈസും നമുക്ക് വരുന്ന എത്ര വേക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് റെമ്യൂണറേഷൻ ഡീറ്റെയിൽസ് ആണ്. സോ കോൺട്രാക്ട് പീരീഡിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എത്രയാണ് കൺസോളിഡേറ്റഡ് പേയ്മെന്റ് എന്നുള്ളതാണ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഷോൾ നോട്ട് എക്സീഡ് 30 ഇയേഴ്സ് ആസ് ഓൺ 21st സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറീസിൽ 3 ഇയേഴ്സ് OBC കാറ്റഗറിയിലൊക്കെ റിലാക്സേഷൻ ഉണ്ട്. 5 ഇയേഴ്സ് ഫോർ SC ST കാൻഡിഡേറ്റ്സിനും ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിന്റെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 rupees ആണ്, നോൺ റീഫണ്ടബിൾ, പ്ലസ് ബാങ്ക് ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമുക്ക് ഓൺലൈൻ മെത്തേഡ് വഴി പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് ഇതിൽ SC ST കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. They are exempted from payment of application fee എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് www.cochinshipyard.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. താങ്ക് യു.